എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ട തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ്. ഒരു വ്യക്തിയുമായി ബന്ധപ്പെടുത്തിയുള്ള എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ആധാർ കാർഡാണ് ഇപ്പോൾ അടിസ്ഥാന രേഖയായിട്ട് ഉപയോഗിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും പഞ്ചായത്തുകളുടെയൊക്കെ എല്ലാ സേവനങ്ങൾക്കും തന്നെ ഒരു ബാങ്ക് അക്കൗണ്ടോ മൊബൈൽ സിം കാർഡോ എടുക്കുന്നതിനും വാഹനങ്ങളോ സ്ഥലമോ വീടോ ഒക്കെ വാങ്ങുന്നതിനും ആധാർ കാർഡിൻ്റെ കോപ്പി നൽകേണ്ടി വരും. കയ്യിലുള്ള ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 2025 ജൂൺ മാസം മുതൽ ആധാർ കാർഡ് ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആധാർ കാർഡ് ഉടമയെയും പ്രത്യേകം തിരിച്ചറിയുവാനുള്ള 12 അക്ക യൂണിക് നമ്പറുകളാണ് ആധാറിലുള്ളത്. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന ഏജൻസിയാണ് ആധാറിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ UIDAI ആധാറിലുള്ള വ്യക്തി വിവരങ്ങൾ 10 വർഷത്തിലൊരിക്കൽ പുതുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പുതുക്കാത്ത ആധാർ ഉള്ളവർക്ക് OTP ലഭിക്കാത്തത് പോലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുകയും സേവനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം വിവിധ കോഴ്സുകൾക്ക് അപേക്ഷിക്കുമ്പോൾ ആധാർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് മാർഗനിർദ്ദേശവുമായി സംസ്ഥാന IT മിഷനും രംഗത്ത് വന്നിരുന്നു. സമയബന്ധിതമായി ആധാർ പുതുക്കാത്തത് കാരണം ഒട്ടേറെ പേർക്ക് അപേക്ഷകൾ സമർപ്പിക്കുവാൻ കഴിയുന്നില്ല. നവജാത ശിശുക്കൾക്കും ആധാറിന് എൻറോൾ ചെയ്യാവുന്നതാണ്. 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് സമയത്ത് വിരലടയാളവും കൃഷ്ണമണി രേഖയും ശേഖരിക്കില്ല. ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടൻ ആധാർ എൻറോൾമെന്റ് പൂർത്തിയാക്കിയാൽ സർക്കാർ സേവനങ്ങൾ വേഗത്തിൽ ലഭിക്കുന്നതാണ്. 5-ാം വയസ്സിലും 15-ാം വയസ്സിലും കുട്ടികളുടെ ബയോമെട്രിക് നിർബന്ധമായിട്ടും പുതുക്കേണ്ടതാണ്. 5-ാം വയസ്സിലെ പുതുക്കൽ 7-ാം വയസ്സിലും 15-ാം വയസ്സിലെ പുതുക്കൽ 17 വയസ്സിനുള്ളിലും നടത്തിയില്ല എങ്കിലും പിന്നീട് ഫീസ് അടയ്ക്കേണ്ടതാണ്. ബയോമെട്രിക് ചേർത്ത് പുതുക്കാത്ത ആധാർ കാർഡ് അസാധുവാകാൻ സാധ്യതയുണ്ട്. നിർദ്ദേശിച്ച സമയത്ത് ബയോമെട്രിക് പുതുക്കിയാൽ നീറ്റ്, JEE, മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാകുന്നതാണ്. എല്ലാ ആധാർ സേവനങ്ങളും ലഭിക്കുവാൻ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ നിർബന്ധമായിട്ടും ബന്ധിപ്പിക്കണമെന്നും IT മിഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെല്ലാം 10 വർഷം കൂടുമ്പോൾ അവരുടെ ആധാർ വിവരങ്ങൾ പുതുക്കണമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ആധാർ ഏജൻസി അറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ആധാർ പുതുക്കുന്നതിന് നിങ്ങൾക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രം, CSC സെന്റർ, ആധാർ സേവന കേന്ദ്രം എന്നിവിടങ്ങളിൽ ഫീസ് നൽകി ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വീട്ടിലിരുന്ന് സൗജന്യമായി സ്മാർട്ട് ഫോൺ മുഖാന്തരമോ കമ്പ്യൂട്ടർ വഴിയോ ഓൺലൈനായും ചെയ്യാവുന്നതാണ്. ആധാറുമായി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സ്വയം ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള പുതുക്കൽ ജൂൺ 14 വരെ സൗജന്യമാണ്. 50 രൂപയാണ് നൽകേണ്ട ഫീസാണ് ഒഴിവാക്കിയിരിക്കുന്നത്. എന്നാൽ അക്ഷയ കേന്ദ്രങ്ങൾ, CSC സെന്ററുകൾ വഴി പുതുക്കുന്നതിന് അവിടെ ഫീസ് നൽകേണ്ടതായിട്ട് വരുന്നതാണ്. ആധാർ പുതുക്കുന്നതിന് അവസാന തീയതി ഒന്നും നിലവിലിപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. നിങ്ങളുടെ സൗകര്യാർത്ഥം എന്ന് വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വിലാസത്തിലോ ഫോൺ നമ്പറിലോ മാറ്റം വരുത്തിയിട്ടുണ്ട് എങ്കിൽ 10 വർഷ കാലാവധി ഒന്നും നോക്കേണ്ടതില്ല. എപ്പോൾ വേണമെങ്കിലും പുതിയ വിവരങ്ങൾ ആധാറിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ആധാർ പുതുക്കലിന് 2 കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തേത് പ്രൂഫ് ഓഫ് അഡ്രസ്സും മറ്റൊന്ന് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റിയുമാണ്. ഒന്ന് നിങ്ങളുടെ മേൽവിലാസം തെളിയിക്കുന്ന രേഖയാണെങ്കിൽ മറ്റൊന്ന് നിങ്ങളുടെ വ്യക്തി വിവരം കൃത്യമായിട്ട് അറിയുവാനുള്ളതാണ്. നിങ്ങളുടെ ഫോട്ടോ പതിച്ച ഏതെങ്കിലും അംഗീകൃത തിരിച്ചറിയൽ രേഖ നിങ്ങളുടെ ഐഡന്റിറ്റി തെളിയിക്കുന്ന രേഖയായിട്ട് നൽകാവുന്നതാണ്. ഉദാഹരണത്തിന് പാസ്പോർട്ട് ഫോട്ടോ പതിച്ച പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID അല്ലെങ്കിൽ ഫോട്ടോയുള്ള റേഷൻ കാർഡ് ഇവ നൽകാവുന്നതാണ്. ഇനി അഡ്രസ്സിലുള്ള തെളിവായിട്ട് യൂട്ടിലിറ്റി ബില്ലുകൾക്ക്, അതായത് ഇലക്ട്രിസിറ്റി, വാട്ടർ, ഗ്യാസ്, ലാൻഡ് ലൈൻ ഫോൺ എന്നിവയുടെ ബില്ലുകൾ അവ 3 മാസത്തിലുള്ളവ ആയിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡ്, വോട്ടർ ID, ലൈസൻസ് എന്നിവ പോലുള്ള കോപ്പി നൽകേണ്ടതാണ്. മേൽവിലാസം തിരുത്താൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പേരിലെ തിരുത്തലുകൾ 2 പ്രാവശ്യം മാത്രമാണ് അനുവദിക്കുന്നത്. സൗജന്യമായി ഓൺലൈനിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി myAadhar.government.in എന്ന വെബ്സൈറ്റ് ലോഗിൻ ചെയ്യേണ്ടതാണ്. ഡോക്യുമെന്റ് അപ്ഡേഷൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ വിശദാംശങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ്. വിശദാംശങ്ങൾ പരിശോധിച്ച് അടുത്തുള്ള ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഐഡന്റിറ്റി പ്രൂഫ്, അഡ്രസ്, ഡോക്യുമെന്റുകളുടെ തെളിവ് എന്നിവ തിരഞ്ഞെടുക്കേണ്ടതാണ്. നിങ്ങൾ നൽകുവാൻ ഉദ്ദേശിക്കുന്നവയുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ അപ്ലോഡ് ചെയ്ത് അപ്ഡേഷൻ നടത്തുവാൻ കഴിയുന്നതാണ്.
എന്നാൽ നിങ്ങളുടെ ഫോട്ടോ അതുപോലെ തന്നെ ബയോമെട്രിക് എന്നിവയുടെ അപ്ഡേഷനുകൾ ആധാർ സേവാ കേന്ദ്രം, അക്ഷയ കേന്ദ്രം, CSC സെന്ററുകൾ എന്നിവിടങ്ങളിൽ 100 രൂപ നൽകി തന്നെ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറിൽ നിർബന്ധമായിട്ടും ചേർക്കേണ്ടതാണ്. ആധാർ ഓരോ ആവശ്യത്തിനുമായി നൽകുമ്പോൾ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ OTP വരുന്നതാണ്. അതുപോലെ 10 വർഷം കൂടുമ്പോൾ ഫോട്ടോയും അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇപ്പോൾ മുഖം തിരിച്ചറിയുന്ന ഫേസ് റെക്കഗ്നേഷൻ ആപ്പുകൾ വഴി ആധാർ വെരിഫിക്കേഷൻ നടത്തുന്നത് വളരെ എളുപ്പവും കൃത്യതയുള്ളതുമായതിനാൽ വ്യാപകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആധാറുമായി ബന്ധപ്പെടുത്തിയുള്ള ഈ വിശദാംശങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.